കഴിഞ്ഞ കുറച്ചുനാൾ മുൻപേ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഓർമ്മയിൽ വരുന്നത്. മുഖ്യമന്ത്രിയുമായി ഒരു ചൂടേറിയ വാഗ്വാദത്തിനിടയിൽ അദ്ദേഹം തിരിച്ചടിച്ചു. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, ഞാൻ ഒരിക്കലും അങ്ങേപോലെ അഴിമതിക്കാരനും ആവല്ലേ എന്നാണ്. മാസങ്ങൾക്ക് ശേഷം ഇന്ന് എന്നെങ്കിലും ഒരു കാലത്ത് ഭരണം കിട്ടുവാണെങ്കിൽ എന്നോർത്ത് സതീശന്റെ പ്രാർത്ഥന, ഒരിക്കലും ഇതുപോലെ ഒരു കിരാത ഭരണത്തിൽ ഏർപ്പെടാൻ വഴിയൊരുക്കല്ലേ എന്നായിരിക്കും. ഈ അടുത്ത ദിവസങ്ങളിലായി ചുരുളഴിയുന്ന അധികാര തിമിർപ്പ് ഇതിനൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ 9 വർഷമായി ഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ചെയ്തികളെക്കുറിച്ച് ഒരു മുഴുനീള പോസ്റ്റ്മോർട്ടം ഇത്തരത്തിൽ ആവശ്യമില്ല. എന്നാലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ വയ്യ. നമുക്ക് ഭരണകാര്യത്തിലുള്ള കെടുകാര്യസ്ഥത, ഉയർന്ന വൈദ്യുതി വെള്ള ചാർജുകൾ, ഗവൺമെന്റ് സേവനത്തിനുള്ള ഉയർന്ന നിരക്ക്, ആശാപ്രവർത്തകരുടെ സമരത്തിനോടുള്ള നിസ്സംഗത, ക്രമാതീതമായ ധൂർത്ത്, കാലിയായ ഖജനാവ്, വാഴ്ത്തുപാട്ട്, എന്തിന് കോവിഡ് ഉച്ചസ്ഥായിയിലായിരിക്കുമ്പോൾ PPE കിറ്റ് വാങ്ങിയതിലുള്ള അഴിമതി എല്ലാം മറക്കാം. പക്ഷേ നിരന്തരമായുള്ള ഗവൺമെന്റ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ, നമ്പർ 1 എന്ന അവകാശവാദം തീർത്തും അതിന്റെ മുഖവിലക്കെടുക്കുവാൻ സാധിക്കുകയില്ല. കേരളം തീർച്ചയായും പല കാര്യത്തിലും മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നിലാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരെക്കാളും ഏതു തരത്തിൽ കേമരാണെന്ന് പറയുന്നതിനോട് ഒരിക്കലും മലയാളി യോജിക്കാൻ സാധ്യതയില്ല. ഇന്നും പല വിഭാഗത്തിൽപ്പെട്ട കേരളീയർ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറെ ബുദ്ധിമുട്ടിയാണ്. ഇതിന്റെ ഇടയിലാണ് ഗവൺമെന്റ് തങ്ങളുടെ അപ്രമാദിത്വം തെളിയിക്കാനുള്ള വെമ്പലിൽ ഇടതുപക്ഷ സഹയാത്രികർക്ക് മേൽ പോലും കുതിര കയറുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആകസ്മികമായ മരണത്തിന് സർക്കാർ നേരിട്ട് ഉത്തരവാദികൾ ആയിരിക്കില്ല. പക്ഷേ സത്യസന്ധനായ പാവം ഉദ്യോഗസ്ഥന്റെ മരണത്തിന് ഉത്തരവാദി CPM-ൽപ്പെട്ട മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ വഹിച്ച പങ്ക് നമുക്ക് മറക്കാനാവില്ല. ഇവിടെ സർക്കാരിന്റെ വീഴ്ച തങ്ങളിൽ ഒരുവളായ ദിവ്യയെ വെള്ളപൂശാനുള്ള വ്യഗ്രതയായിരുന്നു. ഇപ്പോഴും സ്വന്തം സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോകാനൊരുങ്ങിയ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഇത് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തതുകൊണ്ട് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ കടക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഒരു സത്യസന്ധനായ ഡോക്ടറെ കടുത്ത സമ്മർദ്ദത്തിന് വഴിയൊരുക്കിയ സാഹചര്യങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കുകയുമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് തല മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്ത കുറ്റം എന്താണ്? തന്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പലകുറി തന്റെ മേലധികാരികൾക്ക് പരാതി നൽകി വിഫലമായപ്പോൾ അത് തുറന്നു പറയുവാൻ ഒരുങ്ങിയതാണ്. ആരോഗ്യരംഗത്ത് തങ്ങൾ നമ്പർ 1 ആണെന്ന് ആവർത്തിച്ച് ഗീർവാണം മുഴക്കിയതിന്റെ ഇടയിലാണ് ഡോക്ടറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൊതുജന ശ്രദ്ധയിൽപ്പെട്ടത്. പോരെ പുകില്. സത്യസന്ധമായിട്ടുള്ള ആ ചെറിയ കുറിപ്പ് ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെ മാത്രമല്ല ചൊടിപ്പിച്ചത്, മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പോലും അത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് വീണ ജോർജ് ആദ്യം ഒഴിയാൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി കൂടി ഇതിൽ ഇടപെട്ടപ്പോൾ സംഗതികൾ മറ്റൊരു തലത്തിലേക്ക് മാറിയത് കേരളം കണ്ടതാണ്. പിന്നെ ചുരുളഴിഞ്ഞ പൊറോട്ട് നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടത് അവിശ്വസനീയതയോടെയാണ്. ഗവൺമെന്റിനെ കുറിച്ചും അതിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും സമൂഹ മധ്യത്തിൽ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ സങ്കടങ്ങൾ മറികടക്കാനായി ഏതറ്റം വരെയും ഈ സർക്കാർ തുനിയുമെന്നുള്ളത് ഇന്ന് നമ്മുടെ മുന്നിൽ തീർത്തും വ്യക്തമാണ്. ഇപ്പോൾ എല്ലാം കോംപ്ലിമെന്റ്സ് ആയി എന്ന് വീണ ജോർജ് ആണയിട്ട് പറയുമ്പോൾ ഡോക്ടർ ഹാരിസിനെ കൊടുക്കുവാൻ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരെ കൂടി കരുക്കളാക്കി നടത്തിയ നീക്കങ്ങൾ കേരള ജനത അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ആ സത്യസന്ധനായ ഡോക്ടറിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുവാൻ സ്പോൺസർ ചെയ്ത കപട നാടകങ്ങളും. ആരോഗ്യരംഗത്ത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. ഇടക്കാലത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നമ്പർ 1 ആണെന്നാണ് വ്യവസായ മന്ത്രി P. രാജീവ് പലപ്പോഴായി വീമ്പടിച്ചത്. ഇത് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ തന്നെ പൊളിച്ചടുക്കിയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. നാഷണൽ ഹൈവേ 66ന്റെ നിർമ്മാണത്തിനോടനുബന്ധിച്ച് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പലപ്പോഴായി പ്രസിദ്ധീകരിച്ച റീൽസ് ഇന്നും കേരളീയർക്കിടയിൽ ഒരു ഹാസ്യമാണ്. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ കേരളം നമ്പർ 1 ആയിരുന്നത് കായിക രംഗത്താണ്. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. കാലാകാലങ്ങളായുള്ള ഭരണത്തിലുള്ള വീഴ്ചകളാണ് കേരളത്തിനെ ഈ സ്ഥിതിയിൽ എത്തിച്ചിട്ടുള്ളത്. അതിവിടെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സാഹചര്യം അല്ല. എന്നാൽ
സർക്കാർ സ്വന്തമായി അടിച്ച സെൽഫ് ഗോളിനെ കുറിച്ച് പറയാതെ വയ്യ. കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായി കേരളീയർ ഉണർന്നത് തന്നെ അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം കേരളത്തിലേക്ക് വരുന്നു എന്ന് കായിക മന്ത്രി വി അബ്ദുറഹീമിന്റെ വീമ്പിളക്കലുകൾ കേട്ടുകൊണ്ടാണ്. അതും ഇപ്പോൾ തദൈവ. കേരളീയർക്ക് ഇന്നത്തെ ഭരണം ഒരു തികഞ്ഞ തമാശയാണ്. പക്ഷേ ഗവൺമെന്റ് തങ്ങളെ വിമർശിക്കുന്നവർക്കെതിരെയും എതിരാളികൾക്കു നേരെ നടത്തുന്ന ക്രൂരമായ നീക്കങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഇത് ഓർമ്മയിൽ വച്ചിട്ട് തന്നെയായിരിക്കും കേരളീയർ തങ്ങളുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കാൻ ഈ നവംബറിലും അടുത്ത കൊല്ലം ഏപ്രിൽ മാസത്തിലും പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുക. അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ഏവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.